ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. അപ്പം നമ്മൾ മൂറനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ആക്ച്വലി ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. ഞാനിതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ഞങ്ങളുടെ അവിടെ നിന്നുള്ള ട്രാവൽ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ടോക്കിംഗ് വളരെ കുറവാണ് കേട്ടോ. കാരണം ഫാമിലി ട്രിപ്പാണ്. നമ്മുടെ ജോബി ബ്രോയായിട്ടുള്ള ട്രിപ്സ് നിങ്ങൾക്ക് പുറകിൽ വരും. അപ്പം ഞങ്ങൾ ഭയങ്കര ടയർഡാണ്. എൻ്റെ ഫേസൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 2 ദിവസം ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നു ലാസ്റ്റ് ഡേ. അപ്പോൾ നമുക്കൊരു കിടിലം വ്യൂ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് സാധാരണ കൂർഗ് പോകുമ്പോൾ കാണാൻ പറ്റാത്തൊരു വ്യൂ ആണ്. നോക്കിക്കഴിഞ്ഞാൽ ഗൈസ്, ബിഹൈൻഡ് മീ നോക്കിയ സാധനം എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്. അതെ, കിടിയിലെ ഒരു വ്യൂ ആണ്. കണ്ടില്ല, സൂപ്പർ ഒരു വ്യൂ ആണ് ഗൈസ്. ഇവിടെ നമുക്ക് 2 ജീപ്പ് പോകുന്ന വഴിയുണ്ട്. ഞങ്ങളിവിടെ വണ്ടി ഇവിടെ ഇട്ടേച്ച് ഞാനും കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ട്രിപ്പ് 2 ദിവസത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മുടെ വൈഫൊക്കെ ടയർഡായിട്ട് കിടന്ന് ഉറക്കമാണ്. അപ്പോൾ അവിടുന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെറിയൊരു വോയിസ് ഓവറൊക്കെ ആയിട്ട് നമുക്ക് കാണാം. കിടിലം വ്യൂ അല്ല. അപ്പോൾ കേസ് നമ്മൾ ചെറിയൊരു വാക്കിംഗ്. അപ്പോൾ എന്താണ് നമുക്ക് കൂർഗ്, എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ പോയിട്ടുള്ള സ്ഥലമായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. നമ്മുടെ ഞാനിപ്പം 2ാമത്തെ ട്രിപ്പെന്ന് പറയാം അടുത്തിടയ്ക്ക് നടത്തി. ഞാൻ പോകാത്ത സ്ഥലങ്ങളാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ കൂർഗ് ഊട്ടിയൊക്കെ പോകുന്നത്. അപ്പോൾ ഊട്ടി ഭയങ്കര കൺജസ്റ്റഡായിട്ട് എനിക്ക് തോന്നി ഊട്ടി. കൂർഗ് പക്ഷേ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ട്. പാല ഏരിയയൊക്കെ പോകുമ്പോഴത്തേക്കിനും ഉള്ളൊരു ഫീലൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോനെ, ലുക്ക് അറ്റ് ദാറ്റ് ട്രീ, ഇറ്റ്സ് വെരി ടോൾ. സൈഡിലോട്ട് മാറി നിൽക്കും, വണ്ടി വരും കേട്ടോ. പിന്നെന്താണ്, ഞങ്ങൾ വന്ന ദിവസം നല്ല മഴയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈവനിങ്ങിലാണ് ഇവിടുത്തെ ആ ദിവസം. അതുപോലെ നമ്മുടെ സെക്കൻഡ് ഡേ നല്ല ഹോട്ടുമായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. കണ്ട സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പക്ഷേ ഊട്ടിയെക്കാട്ടും എന്തുകൊണ്ടും കൂർഗ് എനിക്ക് ബെറ്ററായിട്ട് തോന്നി. ഇനി അടുത്ത ട്രിപ്പ് നമ്മളെ ജോബി ബ്രോയായിട്ട് എങ്ങോട്ടാണെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എനിവേസ് നമുക്ക് ആ ട്രിപ്പിൽ കാണാം. ഇത് ബേസിക്കലി ഒരു റോഡ് ട്രിപ്പ് ടൈപ്പ് ഒരു വീഡിയോ ആണ് മുമ്പോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. കൂടുതലും ജസ്റ്റ് ഇതിങ്ങനെ വണ്ടിക്കകത്തു നിന്നുള്ള ഗോപ്രോ വ്യൂ ആണ്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊരു 8 മിനിറ്റ് മാർക്കിലേക്ക് അല്ലെങ്കിൽ 8.5 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇത് ബേസിക്കലി ജസ്റ്റ് ചില ആൾക്കാർക്ക് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള വീഡിയോസ് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണില്ല, അവർക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ്. അപ്പം എൻജോയ് ഗൈസ്. നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ കൂടെ ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മോർണിംഗിൽ അതിരാവിലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ചെറിയൊരു മഴയൊക്കെ ആയിട്ട് നല്ല സ്ട്രെയിറ്റ് റോഡിൽ അങ്ങനെ പോവുകയാണ്.
ഇവിടേക്ക് ആയപ്പോഴും ഞങ്ങൾ ഏകദേശം ഒരു ഫോറസ്റ്റ് റോഡിലാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പൊതുവേ നല്ലൊരു റോഡാണ്, പക്ഷേ ചില പോർഷൻസ് ഇച്ചിരി ടഫാണ്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു കൺജഷൻ നിങ്ങൾക്ക് റോഡിൽ കാണാൻ സാധിക്കുന്നത്. ചെറിയ കുഴികളൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ വളരെ സ്ലോ ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് കുറേ സ്പീഡ് ബംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളങ്ങനെ മടിക്കേരി അല്ലെങ്കിൽ കൂർഗ് എത്താറായപ്പോൾ ഏകദേശം ആ ഒരു വ്യൂവിൽ ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഗ്രീനറി നമ്മൾ കാണാൻ തുടങ്ങി. കുറച്ചും കൂടെ സ്കൈ ഒക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിക്കോട്ടെ. ഞങ്ങൾ ഏകദേശം എത്താറായി. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെയും മഴയായിരുന്നു. റോഡിൻ്റെ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് നല്ല ചുവന്ന എന്താണ് മരങ്ങൾ, അതെന്ത് മരം അത് മാത്രം എന്നോട് ചോദിക്കരുത്. ചുമന്ന അതിൻ്റെ ട്രങ്കിന് നല്ല ചുവപ്പ് കളറാണ്, നല്ല ചുവപ്പ് കളറാണ്. അത് ആ വീഡിയോയ്ക്കകത്ത് അത്ര ഇതിരി വന്നിട്ടില്ല. ഒരു കിടിലം സ്ഥലമാണത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ, അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേയുടെ അടുത്തെത്തി. അവിടെ ഇങ്ങനെ നിങ്ങൾക്കൊരു കാവേരി നദി കടന്നു പോകുന്നൊരു പാലം കാണും. അത് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ തൊട്ടടുത്തുള്ള വ്യൂസാണ് കേട്ടോ. ഞാൻ ഏർട്ടി മോർണിംഗിൽ കുഞ്ഞിനെയായിട്ട് ഇപ്പം സ്റ്റാർട്ടിങ്ങിനുള്ള ആ വീഡിയോ ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എടുത്ത ചെറിയൊരു ഷോട്ടാണ്. കിടിലം സ്ഥലം. ഇതാണ് ഞങ്ങളുടെ താമസിച്ച വീടിൻ്റെ ഒരു പോർഷനാണ്, ഒരു സൈഡാണ്. അവിടുത്തെ ആളുടെ വണ്ടിയാണ്. അതായത് പുള്ളി ഒരു റിട്ടയേർഡ് ആർമി മെനാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. അതിൻ്റെ ചുറ്റിനുള്ള കാഴ്ചകളാണ് ഞാൻ ഇത്രയും നേരത്തെ നിങ്ങളെ കാണിച്ചത്. എൻ്റെ മേളത്തെ നിലയിൽ ഞങ്ങൾ താമസിച്ചു, താഴെ ഹൗസ് ഓണറും ഫാമിലിയും.
അങ്ങനെ ആ ചെറിയൊരു കാഴ്ച പകർത്തി റൂമിൽ തിരിച്ചു പോയി. എല്ലാവരും വീണ്ടും റെഡിയായി. ഞങ്ങൾ എന്താണ് കൂർഗ് കാണാനായിട്ട് പോയത്. ഞങ്ങൾ ആക്ച്വലി ഒരു 1 ഡേ ഈവനിങ്ങിൽ അവിടെ എത്തി റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് ഞങ്ങൾ അവിടുന്ന് കൂർഗ് അല്ലെങ്കിൽ മടിക്കേരി കാണാനായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ടായിരിക്കും. കൂടുതൽ റോഡ് ട്രിപ്പ് കുറച്ച് കൂടുതൽ കൂർഗിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചെയ്യുന്നതായിരിക്കും. അതായത് ഫാമിലി ട്രിപ്പായിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫിയിലോട്ട് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിവേസ് ഗൈസ്, കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. ടേക്ക് കെയർ എല്ലാവർക്കും. ബൈ ബൈ.